ഹേയ്, കാപ്പി വിത്ത് ഫിനാൻസ് എപ്പിസോഡ് നമ്പർ 1. നമുക്കൊരു കാപ്പി അടിച്ചുകൊണ്ട് കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ന്യൂ ചെക്ക് ക്ലിയറൻസ് റൂൾ വന്നു. അതായത് മുമ്പത്തെ പോലെ ഒരുപാട് സമയം വേണ്ട ചെക്ക് ക്ലിയറൻസിന്. ഒക്ടോബർ 4 ഈ റൂൾ സ്റ്റാർട്ട് ചെയ്യും. അതായത് ചെറിയ സമയം കൊണ്ട് തന്നെ ചെക്ക് ഓക്കെ ആയിട്ട് വരും. പിന്നെ 2026 ജനുവരി 3 ആകുമ്പോഴേക്കും ഇത് 3 മണിക്കൂർ കൊണ്ട് ഇത് ഓക്കെ ആക്കി കൊടുക്കണം എന്നാണ്. അപ്പം പെട്ടെന്ന് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടക്കും. ഇത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് സമയത്തിൽ ഒരുപാട് മെച്ചം ഉണ്ടാകും എന്തായാലും. അടുത്തത് മഹീന്ദ്രയില്ലേ, ഇനി UK എക്സ്പോർട്ട് ചെയ്യാൻ പോവാം. ഒരു മുന്നേ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റവ ജി വിക്സ് എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഇലക്ട്രിക് കാർ, ചെറിയ കുഞ്ഞു കാർ. അത് അത്യാവശ്യം സക്സസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 2016 ഒരു E20 അങ്ങനെയായിട്ട് പറഞ്ഞിട്ടൊരു മോഡലും കൂടി ഒരു എക്സ്പോർട്ട് ചെയ്തു. പക്ഷെ അത് വലിയ സക്സസ് ആയില്ല. 2016 അതിൻ്റെ പരിപാടി ലേശം തീർന്നു. ഇപ്പം അവർ പുതുതായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത് BE6 9 സംഭവം കുറച്ച് അടിപൊളി ഡിസൈനൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം സക്സസ് ആവുമെന്നാണ് തോന്നുന്നത്. ഈ മാസമാണ് അവർ എക്സ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്തത്. 2025 എൻഡിലോ അല്ലെങ്കിൽ 2026 സ്റ്റാർട്ടിങ്ങിലോ ആയിരിക്കും ഇതിൻ്റെ സെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു കാര്യം, ഇന്ത്യയിലെ എല്ലാ ബാങ്കിലും മിനിമം ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഏകദേശം 8,933 കോടി രൂപ പെനാൽറ്റി ആയിട്ട് ഈടാക്കിയിട്ടുണ്ട്. അതായത് 2020 തൊട്ട് 2025 വരെയിൽ ഈ 5 കൊല്ലത്തെ ഫിനാൻഷ്യൽ ഇയറിലെ കണക്ക് പ്രകാരം ഇത്രയും പൈസ പെനാൽറ്റി ആയിട്ട്, മിനിമം ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് പെനാൽറ്റി ആയിട്ട് ഈടാക്കി എന്നാണ് പറയുന്നത്. പിന്നെ വൺ പ്ലസ് ഇന്ത്യയിലേക്ക് പ്രൊഡക്ഷൻ കൊണ്ടുവരും. കുറച്ച് മറ്റേ BPL എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ട്, ഭഗവതി പ്രൊഡക്ഷൻ ലിമിറ്റഡ് പറഞ്ഞിട്ട്. ഈ കമ്പനിയായിട്ട് കൊളാബ് ചെയ്തിട്ട്, അതായത് പാഡിൻ്റെ വൺ പ്ലസിൻ്റെ പാഡ് 3 ലൈറ്റ് എന്ന് പറയുന്ന ഈ 2 ടാബിൻ്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകും. ഇവർ പറയുന്നത് വെച്ചാൽ കുറച്ചും കൂടി ലോവർ പ്രൈസ് ആയിരിക്കും, ഫാസ്റ്റർ അവൈലബിലിറ്റി ആയിരിക്കും, ബെറ്റർ ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ടാവും, പിന്നെ കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത് ഇന്ത്യയിലേക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഫോർത്ത് കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ 1984 ഒരു റൂൾ ഉണ്ടാക്കിയത്. അതായത് നമ്മൾ 20,000 രൂപയിൽ കൂടുതൽ ഒരാൾക്ക് കടമായിട്ട് കൊടുക്കും, ക്യാഷ് ആയിട്ട്. ഇത് സെക്ഷൻ 269SS ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇത് നമ്മൾ കൊടുത്ത എമൗണ്ട് തന്നെ നമുക്ക് പെനാൽറ്റി ആയിട്ട് വരും. അതായത് നമ്മൾ 20,000 രൂപ നമ്മൾ കൊടുത്തെങ്കിൽ ആ 20,000 രൂപ നമുക്ക് പെനാൽറ്റി ആയിട്ട് വരും. സംഭവം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഒരാൾക്ക് 20,000 രൂപ കടം വാങ്ങിച്ചു. ഇത് ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ 20,000 അതിൻ്റെ ഫൈനും അടക്കം ഞാൻ 40,000 രൂപ അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇതാണ് ഈ ആക്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കള്ളപ്പണത്തിൻ്റെ സീനിലാണ് ഇത് ഈ ഒരു ആക്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇത് 2000 ഇതൊന്ന് കടുപ്പിച്ചത്. ഇപ്പം ഒരു 2020 ഇത് കുറച്ചും കൂടി സീനായി. ഇപ്പം വീണ്ടും അത് നല്ല സീനായി വരുന്നത്. ബ്ലാക്ക് മണിയുടെ ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ശരിക്കും കൊണ്ടുവന്നത്. അതായത് ബാങ്ക് ട്രാൻസാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരാൾക്ക് പൈസ കൊടുത്ത്, പക്ഷെ ഇതിപ്പോൾ എന്നെ പിടിച്ചു കഴിഞ്ഞാൽ, ലൈക്ക് ഇന്ത്യയിൽ ഒരു ജെന്യൂൻ റീസൺ ഇല്ലെങ്കിൽ ഇത് ഞാൻ ഇതിൻ്റെ പെനാൽറ്റി അടക്കേണ്ടി വരും. നമ്മുടെ അടുത്ത റിലേറ്റീവ്സ് ഇവർക്കൊക്കെ ഇത് ഓക്കെ ആയിരിക്കും. ഒരു ജെന്യൂൻ റീസൺ നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഇത് ഓക്കെ ആയിരിക്കും. അല്ലാത്ത പക്ഷം നമുക്കൊരു ജെന്യൂൻ റീസൺ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പെനാൽറ്റി നമ്മൾ അടക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു ആക്ട് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് മണീൻ്റെ ഉപയോഗം ഇവർക്ക് വലുതായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റുമെന്നില്ല. അതെന്തായാലും ഏത് രീതിയിൽ ആക്ട് വന്നാലും അത് മാറാനൊന്നും പോകുന്നില്ല. ഇത്രയാണ് ഈ ആഴ്ചത്തെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയത്. ഇനി അടുത്ത ആഴ്ച നമുക്ക് കാണാം. ഓക്കെ, ബൈ.